അമ്മുവിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകും. അമ്മുവിന്റെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാനസിക പീഡനമാണോ മരണത്തിന് കാരണമെന്ന് പരിശോധിക്കും. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും തുടർ നടപടിയിലേക്ക് കടക്കുക. അമ്മുവിന്റെ മരണത്തിനു പിന്നാലെ അന്വേഷണം നടത്താൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് VCയുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ BB ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വിവരങ്ങൾ തേടി. ഒപ്പം വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി. സഹപാഠികളിൽ നിന്നുണ്ടായ മാനസിക പീഡനമടക്കം ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണ സമിതി അത്തരം കാര്യങ്ങളും വിശദമായി പരിശോധിക്കും. ആരോപണ വിധേയരായവരുടേതുൾപ്പെടെ വിദ്യാർത്ഥികളുടെ മൊഴി അന്വേഷണ സമിതി എടുത്തിട്ടുണ്ട്. നിലവിൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പരസ്യമായി പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സർവകലാശാല അന്വേഷണ സമിതി ഭയം കൂടാതെ വിവരങ്ങൾ കൈമാറാൻ കോളേജിൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പേരുകൾ വയ്ക്കാതെ അവർക്കറിയിക്കാനുള്ള കാര്യങ്ങൾ എഴുതി ബോക്സിലിടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. മുഴുവൻ വിവരങ്ങളും പരിശോധിച്ച ശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകും. അതിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷമാകും സർവകലാശാലയുടെ തുടർ നടപടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.